ഞാനല്ലാതെ വേറൊരു കുഞ്ഞ് വേണ്ടെന്ന് തീരുമാനമെടുത്ത ഒരമ്മയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ആ സ്ത്രീയോ അവരുടെ മകളോ അമ്മയെ ആക്ഷേപിക്കാൻ എന്ത് തന്നെ വിളിച്ചു പറഞ്ഞാലും പെറ്റമ്മയായി ഞാൻ ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഈ അമ്മയെ മാത്രം. പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ അമ്മേ, പക്ഷേ അതൊന്നും അമ്മയുടെ മോൻ്റെ മനസ്സിലേക്ക് കയറത്തില്ല. ഒരുപക്ഷെ എന്നെ പ്രസവിച്ച് മരിച്ചുപോയ എൻ്റെ അമ്മ തിരിച്ചു വന്നാൽ പോലും എൻ്റെ പെറ്റമ്മയാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അമ്മയെ തന്നെ കാണുള്ളൂ. നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ, നിന്നെ ലാളിക്കാൻ തുടങ്ങിയപ്പോ അമ്മ എന്ന സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചതാ. അത് കഴിഞ്ഞ് ഒരിക്കലും അമ്മയുടെ മനസ്സിൽ നിന്നെ ഞാൻ പ്രസവിച്ചതല്ല എന്നൊരു തോന്നൽ പോലും ഉണ്ടായിട്ടില്ല. പലപ്പോഴും നിർമ്മല എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിൻ്റെയും അതിനെ സ്നേഹിക്കുന്നതിൻ്റെയും ഒക്കെ ഫീൽ അറിയാവോന്ന്. അറിയും, എനിക്കത് നന്നായിട്ട് അറിയും. കാരണം എനിക്ക് ദൈവം തന്നതാ നിന്നെ സ്വന്തം മോനായിട്ട്. അമ്മ പേടിക്കണ്ട. ഇനി ഒരാൾ പോലും അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനൊരു കാര്യം പറയില്ല. പറഞ്ഞ അങ്ങനെ ഒരാള് പിന്നെ ഈ ഭൂമിയിലുണ്ടാവില്ല. എന്റെ അമ്മയാണ് സത്യം. കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് പെരുമാറായിരുന്നു. നവീന സുമിത്രയെ മോളോട് സോറി പറയാനായിട്ടല്ലേ വന്നത്? അതിനിങ്ങനെ വാശി കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങൾ തമ്മിൽ പലതവണ പിണങ്ങിയിട്ടുണ്ട്. പലപ്പോഴും അതിന്റെ കാരണം നീ തന്നെയായിരുന്നു. എന്നിട്ട് നവീൻ നിന്നെ തേടി തേടി വന്നു. പക്ഷെ ഇന്നിറങ്ങിപ്പോയ നവീന്റെ കണ്ണുകളിൽ ഞാൻ അങ്ങനെ ഒരു തീരുമാനം കണ്ടിട്ടില്ല. നവീൻ എന്നെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം അനുസരിക്കട്ടെ. അവരെ വീടിന്റെ വെളിയിൽ ഇറക്കി വിട്ട ആ നിമിഷം ഞാൻ തിരിച്ചു ചെല്ലും. ഈ വാശി ഒന്ന് കളമോളെ. കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ നിന്റെ ഈ വാശി അങ്ങ് അവസാനിക്കും. അപ്പൊ നവീനെ കുറിച്ച് ഓർത്ത് വേദനിക്കാൻ തുടങ്ങും, കരയാനും തുടങ്ങും. നവീന സുമിത്രയൊക്കെ വേറെ എന്തെങ്കിലും തീരുമാനം എടുത്താല് ഇന്ന് അവരിറങ്ങി പോകുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നിയത്. അത് മമ്മിക്ക് വെറുതെ തോന്നുന്നതാ. നവീൻ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നവീൻ എന്നെ തേടി വരും. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നവീൻ നടപ്പിലാക്കുകയും ചെയ്യും. എന്താ മോളെ നീ പറയുന്നത്? അത് അവരുടെ കുടുംബകാരിയല്ലേ? ഹാ, അവരുടെ കുടുംബം മാത്രമല്ല, ഞാൻ ജീവിക്കുന്ന കുടുംബം കൂടിയാ. അത് മറക്കരുത്. ഗാഥ ശ്രീനിവാസന് ഒറ്റ തീരുമാനമേ ഉള്ളൂ മമ്മി, അത് മാറില്ല.